കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അനേകം പേർ ലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ, കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചുകടിനെ കേട് നൽകിയവനെ, കർത്താവെ, ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവെ, മഹോരോഗ്യസ്യപ്പെടുത്തിയവനെ, കർത്താവെ, തറവാൻ രോഗ്യസ്യപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമം ശുദ്ധി പറയുന്ന കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. 35 വർഷം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തി കർത്താവെ നീ അനുസ്മരിക്കണമേ കർത്താവെ. കർത്താവെ, ശതകോടി ജപമാലകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈശോയെ. 1987 മുതൽ 2020 വരെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരോട് കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച ജപമാലയുടെ ശതകോടി ജപമാലയുടെ ശക്തിയാണ്. ഇപ്പോൾ ലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ. പലർക്കും അച്ഛനോട് പറയാൻ, അങ്ങോട് പറയാൻ പറ്റിയിട്ട് ലൈൻ കിട്ടിയില്ല. പലർക്കും ഞാൻ സംസാരിക്കുന്നത് ചിലർക്ക് കേട്ടില്ല, അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവെ ഇപ്പം ലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ തളിക്കണമേ ഈശോയെ. ഈ ശുശ്രൂഷ കർത്താവെ എപ്പോഴെല്ലാം ആരെല്ലാം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേട്ട് പ്രാർത്ഥിക്കുന്നു, അപ്പോഴെല്ലാം കർത്താവ് അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവശ്യക്കെട്ടിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ കർത്താവ് പ്രാർത്ഥിച്ചിരുന്ന കർത്താവെ, ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കുന്ന സമയത്ത് അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ അവർ വിശ്വാസപ്രവണം ചെല്ലേണ്ടതാണ് കർത്താവെ. ഉദര രോഗികൾ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉദരത്തിൽ സിസ്റ്റുള്ളവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ്, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ കർത്താവെ അവർ അണ്ടാശയത്തെ സ്പർശിക്കണ കർത്താവെ, അവർ അംബ്ലിക്കൽ കോഡിനെ സ്പർശിക്കുന്ന കർത്താവെ. യേശുവെ, അവരുടെ ഉദരാശയത്തെ സ്പർശിക്കണ കർത്താവ്. കർത്താവെ, അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല തവണകൾ കർത്താവ് ആഘോഷം വന്ന് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ കർത്താവെ, ആ എല്ലാ ഗർഭപാത്രങ്ങളെയും യേശുവെ വിശുദ്ധമായ രക്തത്താൽ അങ്ങിപ്പോൾ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുറക്കപ്പെട്ടേ എന്ന് ചെയ്ത് കർത്താവെ, ചെറുതിന് ചെവി തുറന്ന പോലെ തന്നെ കർത്താവെ എല്ലാ ചെവികളെയും സ്പർശിക്കുന്ന കർത്താവെ. കർത്താവെ, കണ്ണിനുകളെ സ്പർശിക്കുന്ന കർത്താവെ. മാറാത്ത തലവേദന കർത്താവെ, നിൽക്കാത്ത രക്തസ്രാവങ്ങൾ കർത്താവെ, നിൽക്കാത്ത രക്തപ്പഴുപ്പ് കർത്താവെ, ഓരോ ചെവിയിൽ നിന്ന് വരുന്നവർ കർത്താവെ ഈശോ സ്പർശിക്കുന്ന കർത്താവെ. ഈശോ അസ്ഥി രോഗങ്ങൾ കർത്താവെ, അസ്ഥി ഉരുക്കത്തെ രോഗങ്ങളെ സ്പർശിക്കുന്ന കർത്താവെ, ഗർഭാശയ രോഗങ്ങളെ സ്പർശിക്കുന്ന കർത്താവെ. ഈശോ എല്ലാ മക്കളെ കർത്താവ്, നടുവേദനക്കാരെ, കിഡ്നി രോഗികളെയൊക്കെ സ്പർശിക്കുന്ന കർത്താവെ, കരൾ രോഗികളെ സ്പർശിക്കുന്ന കർത്താവെ, ഫാറ്റി ലിവറുള്ളവരെ സ്പർശിക്കുന്ന കർത്താവെ, കരളിന് വേദന ഉള്ളവരെ കർത്താവെ അങ്ങ് വിശുദ്ധമായ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. അങ്ങയുടെ തണ്ടലിന് വേദനയുള്ളവർ, നടുവലിന് വേദനയുള്ളവർ, കശേര അകന്നിരിക്കുന്നവർ, നടുവലിന് അകന്നിരിക്കുന്നവർ കർത്താവെ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, കിടപ്പ് രോഗികൾ കർത്താവെ, നടക്കാൻ പറ്റാത്തവർ കർത്താവെ, ഒരു പണിയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ, ജോലി നഷ്ടപ്പെട്ട കർത്താവെ, ജോലി അന്വേഷിക്കുന്ന കർത്താവ്, പിരിച്ചുവിടേണ്ട ഭീഷണി അനുഭവിക്കുന്ന കർത്താവ്, ഓരോ മകനും കർത്താവ് വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന കർത്താവ്, PR വേണ്ടി ശ്രമിക്കുന്ന കർത്താവ്, OIT പരീക്ഷകൾ, അതുപോലെ മത്സര പരീക്ഷകൾ, IELTS പരീക്ഷകൾ, ഹാദ് പരീക്ഷകൾ കർത്താവ്, MOH പരീക്ഷകൾ, അങ്ങനെ എല്ലാ മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണച്ചൊരിയുടെ കർത്താവ്, ടെക്നിക്കൽ ട്രബിൾസ് ഉള്ളവർ, സർട്ടിഫിക്കറ്റിന് തടസ്സങ്ങളുള്ളവർ, സാങ്കേതിക ദുരിതങ്ങളുള്ളവർ, പരീക്ഷ കർത്താവ്, പഠനത്തിന് മേൽഗതിക്ക് വേണ്ടി കർത്താവ്, ഉന്നത വിദ്യാഭ്യാസം ശ്രമിക്കുന്നവർ, അത് ലഭിക്കാത്തൊരു കർത്താവെ, പലതരത്തിൽ ജോലിയില്ലാത്തൊരു, വീടില്ലാത്തൊരു, ഈശോ കർത്താവെ, സ്ഥലമില്ലാത്തൊരു കർത്താവെ, അങ്ങനെ ഓരോരോ വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ, ജീവിത പങ്കാളി അകം താമസിക്കുന്നവരും, വഴക്കുള്ളവരും, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തൊരു മക്കള് കർത്താവ്, വഴിപിഴച്ചു പോയവർ, തെറ്റായ പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോയവർ, പലതരത്തിൽ വിഷമങ്ങൾ കർത്താവ്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, പ്രാർത്ഥന നടക്കാത്തവർ, പ്രാർത്ഥനയ്ക്ക് തോന്നാത്തവർ, അങ്ങനെ വ്യത്യസ്തമായ ആധ്യാത്മികമായ സാഹിത്യങ്ങൾ ജീവിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണച്ചൊരിയുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മേഘസ്തംഭത്തിലൂടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് നൽകിയ അതേ സാന്നിധ്യം കർത്താവ് ഇപ്പോഴീ പ്രാർത്ഥനയുടെ കർത്താവ് അങ്ങ് മക്കൾക്ക് നൽകുന്ന പ്രാർത്ഥന. അമ്മയെ, പരിശുദ്ധമ്മേ, കാരണം അതിലെ കല്യാണ കുടുംബത്തിൽ കടന്നുകൊണ്ട് ആ കുടുംബം സന്ധിച്ചതുപോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ലൈനിലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയുമെന്നുള്ള കർത്താവ്, പരിശുദ്ധാത്മാവിന് അതേ ശക്തിയാൽ പരിശുദ്ധ അമ്മ വരാനിരിക്കുന്ന ആപത്തുകളെ അനുസ്മരിച്ചുകൊണ്ട്, അപമാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച പോലെ ഓരോരോ ഇല്ലായ്മകളും വല്ലായ്മകളുള്ള ഓരോ കുടുംബ
കുടുംബത്തിന് വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഈശോ മുൾക്കിട ചൂടിയവനെ, തലവേദന അനുഭവിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ അവിടെ ശിരസിനെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. തിരുവിലാലും മുറിവേറ്റവനെ, ശ്വാസകോശ രോഗികളെ കർത്താവ്, നെഞ്ചിന് കഫത്തടസ്സമുള്ളവരെ കർത്താവ്, ശ്വാസകോശം ലഭിക്കാതെ കർത്താവ്, പൾസ് കുറഞ്ഞുള്ളവർ, പല അൾസർ രോഗികൾ കർത്താവ്, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ കർത്താവ് സ്പർശിക്കണമേ. കരരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാതരോഗികൾ കർത്താവ്, ഓരോരോ തരത്തിൽ കർത്താവ്, പീരീഡ്സ് വന്നിട്ട് നീണ്ട ദിവസങ്ങൾ നീണ്ടുപോകുന്നവരെ, കഠോരമായ വേദന അനുഭവിക്കുന്ന കർത്താവ്, പീരീഡ്സ് വരാത്തൊരു കർത്താവ്, അണ്ടാഗമോ ഇല്ലാത്തൊരു കർത്താവ്, എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഷണ്ടത്വം അനുഭവിക്കുന്ന അനന്തര തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുടെ മേലെ കർത്താവ് രക്തം കല്ലിന്റെ പ്രാസന്ധം ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുന്ന ചില കർത്താവിന്റെ ശക്തിയാൽ പാത്രങ്ങളെ കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, മരണഭീതിയുള്ളൊരു കർത്താവ്, മരിച്ചു പോകുമ്പോൾ, രോഗം വരുമ്പോൾ, കിടന്നു പോകുമ്പോൾ, ആരും നോക്കാനുണ്ടാകത്തില്ല, തിരക്കാനുണ്ടാകത്തില്ലല്ലോ, സാമ്പത്തികം തകർന്നു പോകുമ്പോൾ, സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ പലതര കാര്യത്തിലെ ആദികൾ ഭീതികൾ അനുഭവിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ അവിടെ ഹൃദയങ്ങളിലെല്ലാം കർത്താവിനെ ശക്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിൻകടത്തെ സ്പർശിക്കണമേ, സ്പോണ്ടിലോസിനെ സ്പർശിക്കണമേ. മറാത്ത് നിർത്താത്ത തലവേദനയുള്ളവർ, ഉറക്കമില്ലാത്തൊരു കർത്താവ്, ഭ്രാന്തിയെപ്പോലെ നടക്കുന്നൊരു കർത്താവ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ, ജീവിതം എവിടെയും തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിയാൻ പറ്റാതെ, പലതരത്തിലുള്ള വൈരാഗ്യങ്ങളെ, ശത്രുക്കളെ, ശത്രുദോഷങ്ങളെ, പലതരത്തിലുള്ള പക അനുഭവിക്കുന്ന കർത്താവ്, വൈരാഗ്യം അനുഭവിക്കുന്നവർ, ഭീഷണി അനുഭവിക്കുന്നവർ, ജോലി കർത്താവ് തേടി അലയുന്ന ഒരു കർത്താവ്, ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കർത്താവ്, ജോലി പിരിച്ചുവിടപ്പെട്ട ഒരു കർത്താവ്, ജോലി അന്വേഷിക്കുന്നവർ, കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിന് പറ്റാത്തവർ, ഒരുമിച്ച് താമസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരെല്ലാം സ്പർശിക്കണമേ. വ്യത്യസ്തമായ രോഗങ്ങളിൽ വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ആ മരുന്നുകൾ ഭരിക്കാത്തവർ, ആ മരുന്നുകൾ ഭരിച്ചിട്ട് വേണ്ടത്ര സൗഖ്യം ലഭിക്കാത്തവർ എല്ലാം കർത്താവ് അവരെ ചികിത്സിക്കും. ഡോക്ടർ കഴിക്കുന്ന മരുന്ന്, ഭക്ഷണം കർത്താവ്, ഗർഭാശയബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, മക്കളില്ലാത്ത കർത്താവ്, ഈ ഒരു ആശുപത്രി കഴിയുന്നവർ, ആശുപത്രി ഗർഭാശയ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ, ഉദരാശയ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ, അൾസർ രോഗികൾ കർത്താവ്, അൾസർ രോഗികളെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഉള്ളംകാലം മുതൽ കർത്താവ് ഉച്ചവരെ അടിപ്പഴ പോലെ വൈദാക്കാലം പോലെ ദൈവത്തിന് ശക്തി കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈശോ നാമം നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, a fair finger, soak with the precious blood. Lord, infuse His Spirit, Lord, infuse His Spirit of power and grace. I command you, in the name of Jesus Christ, speak to you. Praise the Lord. Thank you, Jesus. We praise you, Jesus. We love you, Jesus.